ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതുപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനൊക്കെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ആണ്. സോ ആദ്യം നമുക്ക് സ്ക്യൂനെസ് എന്താണെന്ന് നോക്കാം. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് നൽകിയ ഒരു ഡാറ്റ, ഒരു സീരീസ്, അതിലെ വാല്യൂസ് അതിൻ്റെ മീനിൽ നിന്നും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആ സീരീസിലെ മെജോറിറ്റി വാല്യൂസും മീനിനേക്കാൾ കൂടിയ സംഖ്യകളാണോ, അതല്ല മെജോറിറ്റി വാല്യൂസും മീനിനേക്കാൾ കുറഞ്ഞ സംഖ്യകളാണോ, ഇനി മീനിനേക്കാൾ കൂടിയ സംഖ്യകളും മീനിനേക്കാൾ കുറഞ്ഞ സംഖ്യകളും സെയിം ആണോ, ഇതൊക്കെയാണ് സ്ക്യൂനെസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിലെ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മീനിൽ നിന്നും ഒരുപോലെ വലതുവശത്തോട്ടും ഒരുപോലെ ഇടതുവശത്തോട്ടാണ് വാല്യൂസ് ഉള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഡാറ്റ തരുന്നു, ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തരുന്നു, അതിലെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിലെ മീനായിരിക്കും. ഓക്കെ, അതിൻ്റെ മീനായിരിക്കും അതിൻ്റെ സെൻറ്ററായിട്ട് വരിക. ഇനി ആ ഡാറ്റയിലെ ഓരോ വാല്യൂസും നമ്മൾ എടുക്കുന്ന സമയത്ത് മീനിനേക്കാൾ കൂടുതലുള്ള വാല്യൂസും മീനിനേക്കാൾ കുറവുള്ള വാല്യൂസും ഒരുപോലെയാണ്, അതിൻ്റെ നമ്പേഴ്സ് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സീരീസിലെ മീൻ 50 ആണെന്ന് വിചാരിക്കുക. സോ 50യേക്കാൾ കൂടുതലുള്ള സംഖ്യകളും 50യേക്കാൾ കുറവുള്ള സംഖ്യകളും ഒരേ ഫ്രീക്വൻസിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അതാണ് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മീൻ കണ്ടു കഴിഞ്ഞാലും മീഡിയൻ കണ്ടു കഴിഞ്ഞാലും മോഡ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുക. അതായത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് തരികയാണ്. ആ വാല്യൂസിൽ മീൻ കണ്ടു കഴിഞ്ഞാലും മീഡിയൻ കണ്ടു കഴിഞ്ഞാലും മോഡ് കണ്ടു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ഒരേ എമൗണ്ടാണ് കിട്ടുക. അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ലാക്ക് ഓഫ് സിമ്മട്രിയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശത്തേക്കും ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ടായി കിടക്കുന്നത്. ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ചായ്വുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ചായ്വുള്ളതിനെയാണ് നമ്മൾ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ മീനിനേക്കാളും കുറവാണ് കൂടുതൽ വാല്യൂസും എങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. നമുക്ക് നൽകിയ സീരീസിലെ മീൻ നമ്മൾ കാണുന്നു, അതിനേക്കാളും കുറവാണ് അതിലെ കൂടുതൽ വാല്യൂസും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 10 വാല്യൂസ് ഉള്ള ഒരു ഡാറ്റ തരുന്നു, അതിലെ മീൻ നമ്മൾ കാണുന്നു. ദെൻ അതിലെ മറ്റു വാല്യൂസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 7 വാല്യൂസ്, 7 വാല്യൂസും മീനിനേക്കാളും കുറവാണ്. ഒരു 3 വാല്യൂസ് ഉള്ളൂ മീനിനേക്കാളും കൂടുതലുള്ളത്. സോ ആ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ വാല്യൂകൾ എന്തായിരിക്കും, മീനിനേക്കാളും കുറവായിരിക്കും. ഇനി കൂടുതൽ വാല്യൂസും മീനിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കും പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു കോളേജിൽ ഒരു എക്സാം നടക്കുകയാണ്. സോ അതിൽ ആവറേജ് മാർക്ക് 50 ആണ്. ഇനി 50യേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസും 50യേക്കാൾ കുറവ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ, അവരുടെ നമ്പേഴ്സ് ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അതാണ് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഈസി എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ 50യേക്കാൾ കൂടുതൽ, അതായത് മീനിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഈസി എക്സാമാണ്. ഈസി എക്സാം ആകുന്ന സമയത്ത് മീനിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ 50യേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് കൂടുതലായിരിക്കും. സോ ആ സമയത്ത് അതെന്തായിരിക്കും, നെഗറ്റീവ് സ്ക്യൂഡാണ് വരിക. ഓക്കെ, ഇനി അതൊരു ടൈറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ 50യേക്കാൾ മാർക്ക് കിട്ടുന്ന, മീനിനേക്കാൾ മാർക്ക് കിട്ടുന്ന സ്റ്റുഡൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. സോ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡ് ഇവ എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും, ഒരേ എമൗണ്ട് ആയിരിക്കും. പക്ഷേ പോസിറ്റീവ് സ്ക്യൂനെസ് ആകുന്ന സമയത്ത് മീൻ ആയിരിക്കും വലിയ വാല്യൂ, മോഡ് ചെറിയ വാല്യൂ ആയിരിക്കും. നമുക്കറിയാം, ലെഫ്റ്റ് നിന്നും റൈറ്റിലോട്ട് വരുന്ന സമയത്ത് വാല്യൂസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് 1, 2, 3 ഇവിടെ 50 ആയിരിക്കും, ദെൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് 100. ഓക്കെ, സോ റൈറ്റിലോട്ട് വരുന്നതോറും വാല്യൂസിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. സോ ഇവിടെ പോസിറ്റീവ് സ്ക്യൂഡിൽ മീനായിരിക്കും വലിയ വാല്യൂ, മോഡായിരിക്കും ചെറിയ വാല്യൂ. ഇനി നെഗറ്റീവ് സ്ക്യൂഡിൽ വരുന്ന സമയത്തോ
മോഡായിരിക്കും വലിയ വാല്യൂ. ഓക്കെ, കാരണം റൈറ്റ് സൈഡിൽ വരുന്നത് മോഡാണ്. ദെൻ മീൻ ആയിരിക്കും ചെറിയ വാല്യൂ. ഓക്കെ, അതുപോലെ ഏറ്റവും പീക്കിൽ വരുന്നത് എന്തായിരിക്കും? മോഡായിരിക്കും. നമ്മളിതിനെ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു, ദെൻ ഇതിനെ വൈ ആക്സിസ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ വൈ ആക്സിസിലാണ് ഫ്രീക്വൻസി കൊടുക്കുക. സോ ഫ്രീക്വൻസി ഏറ്റവും ടോപ്പിൽ വരുന്നതാണെന്ത്? ഏറ്റവും മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കേർഡ് ആണെന്ത്? മോഡ്. ഏറ്റവും കൂടുതൽ തവണ വരുന്നതാണല്ലോ മോഡ്. സോ മോഡ് എന്തായിരിക്കും? ഏറ്റവും ഹൈറ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഏറ്റവും ഹൈറ്റിൽ വരുന്നതായിരിക്കും മോഡ്. അതിന് ഇടയിലാണ് മീഡിയൻ വരിക, ദെൻ മീൻ. ഈ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഈ കർവ് എക്സ് ആക്സിൽ ടച്ച് ചെയ്യാത്ത രൂപത്തിൽ വരക്കാൻ ശ്രമിക്കുക. സ്ക്യൂനെസ് വരക്കുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ കർവ് എക്സ് ആക്സിൽ ടച്ച് ചെയ്യാത്ത രൂപത്തിൽ. മീൻ മീഡിയൻ മോഡൊക്കെ പിന്നെ ഗ്രാഫിലുള്ള അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി പാർട്ടുകളൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ലാക്ക് ഓഫ് സിമ്മട്രി ഈസ് കോൾഡ് സ്ക്യൂനെസ്. നമ്മൾ പറഞ്ഞു സിമ്മട്രി അല്ലാത്ത അവസ്ഥയാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് കൂടുതൽ വാല്യൂസ് വരും, ഒരു ചായ്വുണ്ടായിരിക്കും. ഇഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് സിമ്മട്രിക്കൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക്കൽ അല്ല എങ്കിൽ എന്തായിരിക്കും? അത് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സിമ്മട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ മീൻ മീഡിയൻ മോഡ് സെയിം ആയിരിക്കും. അത് സ്ക്യൂഡ് വരുന്ന സമയത്ത് എന്തായിരിക്കും? മീനും മീഡിയൻ മോഡും ഒക്കെ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് വൺ ടൈൽ ബിക്കംസ് ലോങ്ങർ ദാൻ അതർ. സിമ്മട്രിയിൽ ലെഫ്റ്റ് ടൈലും അതുപോലെ റൈറ്റ് ടൈലും ഈക്വൽ ആയിരിക്കും. പക്ഷേ സ്ക്യൂനെസ്സിൽ ഏതെങ്കിലും ഒരു ടൈൽ, റൈറ്റ് ടൈലോ അതല്ലെങ്കിൽ ലെഫ്റ്റ് ടൈലോ എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, ദി സ്ക്യൂനെസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സ്ക്യൂനെസ് എന്തായിരിക്കാം? പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. ഇനി പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് ദി ഫ്രീക്വൻസി കർവ് ഹാസ് ലോങ്ങർ ടൈൽ ടു റൈറ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ടൈൽ കൂടുതൽ റൈറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. അതിൽ മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂ മീനായിരിക്കും, ഏറ്റവും ചെറിയ വാല്യൂ മോഡായിരിക്കും. ഇവിടെ പോസിറ്റീവ് സ്ക്യൂഡിൽ ഏറ്റവും വലിയ വാല്യൂ മീൻ, ഏറ്റവും ചെറിയ വാല്യൂ മോഡ്. ഓക്കെ, ദെൻ അതിൻ്റെ റേറ്റിലോട്ടാണ് അതിൻ്റെ സ്ക്യൂ വരുന്നത്. നെക്സ്റ്റ് നെഗറ്റീവ്ലി സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് ദി ഫ്രീക്വൻസി കർവ് ഹാസ് ലോങ്ങർ ടൈൽ ടു ലെഫ്റ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് നെഗറ്റീവ്ലി സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇതിൽ മീനായിരിക്കും ചെറിയ വാല്യൂ, മീൻ ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. ഏറ്റവും ചെറിയ വാല്യൂ മീനായിരിക്കും, ഏറ്റവും വലിയ വാല്യൂ മോഡായിരിക്കും. നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ഇനി ഈ സ്ക്യൂനെസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീൻ ആൻഡ് മോഡ് ഗീവ്സ് ആസ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. സ്ക്യൂനെസ്സിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് ശരിക്കും എന്താണ്? അതിൻ്റെ റിലേറ്റീവ് മെഷറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് മീനിൽ നിന്ന് മോഡ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, മീനിൽ നിന്ന് മോഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് കിട്ടും. പക്ഷേ സ്ക്യൂനെസ്സിൽ നമ്മൾ കാണുന്നത് റിലേറ്റീവ് മെഷറാണ്. സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്. ഇഫ് വി ഡിവൈഡ് ദിസ് ഡിഫറൻസ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വി ഒബ്റ്റെയിൻ റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ആൻഡ് ഡിനോട്ടഡ് ബൈ എസ് കെ. എസ് കെ എന്നാണ് നമ്മൾ സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുക. ഇതിൻ്റെ അബ്സല്യൂട്ട് മെഷറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിലേറ്റീവ് മെഷർ കിട്ടും. അതാണ് സ്ക്യൂനെസ്. ഓക്കെ, സോ സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. കാൽപിയേസൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്. അതാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ എസ് ഡി. ഓക്കെ, നമുക്ക് നൽകിയ സീരീസ് എടുക്കുക, അതിൽ മീൻ കാണുക, അതിൽ മോഡ് കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി സംടൈംസ് ദി മോഡ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. ചില സമയങ്ങളിൽ മോഡ് കണ്ടെത്താൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ വി യൂസ് അനദർ ഫോർമുല, എസ് കെ ഈക്വൽ ടു 3 മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ബൗളേഴ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എസ് കെ ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡ് ബൈ Q3 മൈനസ് Q1. ഓക്കെ, സോ സാധാരണ നമുക്ക് ചോദിക്കുക കാൽപിയേസൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ. കാൽക്കുലേറ്റ് കാൽപിയേസൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. സോ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷനാണ്. സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ നമുക്കിതിൽ മീൻ കണ്ടെത്തണം, അതുപോലെ മോഡ് കണ്ടെത്തണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തണം. ഓക്കെ, സോ മീൻ കാണാൻ നമുക്കറിയാം സിഗ്മ എക്സ് ബൈ എൻ അല്ലേ. മോഡ് കാണാൻ ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണ്? അതാണ് മോഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ആക്ച്വൽ മീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതുപോലെ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം.
ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുള്ളത് അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ടാണ്. അസ്യൂംഡ് മീൻ ഉപയോഗിക്കുമ്പോൾ ഇക്വേഷൻ വരുന്നത് √σ(d²/n മൈനസ് σ(d/n) ഹോൾ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആണ്. സോ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യം നമ്മൾ എക്സ് വാല്യൂസ് എഴുതി. ഇതിൽ ഫ്രീക്വൻസി ഇല്ല, ഇൻഡിവിജ്വൽ സീരീസ് ആണ്. സോ എൻ എന്തായിരിക്കും? 9. ടോട്ടൽ നമ്പേഴ്സാണ് എൻ ആയിട്ട് വരിക. ഇത് നമ്മൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. അസ്യൂംഡ് മീൻ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന സമയത്ത് നമ്മൾ അസ്യൂംഡ് മീൻ 25 ആയിട്ട് എടുത്തു. ദെൻ അതിൻ്റെ ഡി കാണണം, എക്സ് മൈനസ് 25. ഓക്കെ, സമയത്ത് 25 മൈനസ് 25 0, ദെൻ -10 -2 15 2 0 -2 0 -5. ഓക്കെ, ഇതിൻ്റെ സിഗ്മ കാണുന്ന സമയത്ത് എല്ലാ പോസിറ്റീവ് വാല്യൂസും ആഡ് ചെയ്യും. ദെൻ അതിൽ അതിൻ്റെ നെഗറ്റീവ് വാല്യൂസ് മൈനസ്. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കൂടുതൽ വരിക. സോ ആൻസർ -2 എന്നാണ് കിട്ടുക. ഓക്കെ, സിഗ്മ ഡി -2 ആണ് കിട്ടുന്നത്. ദെൻ നമ്മളതിൻ്റെ സ്ക്വയർ കാണണം. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ ഡി സ്ക്വയർ ഉണ്ട്. സോ 0 സ്ക്വയർ 10 സ്ക്വയർ അങ്ങനെ സ്ക്വയർ കണ്ടു. അതിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 362. ഓക്കെ, ഇതിൽ നമുക്ക് ആവശ്യം ഒന്ന് മീനാണ്, ദെൻ മോഡാണ്. മോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ വരുന്നതാണ് മോഡ്. 25 ആണ്. 25 3 ടൈംസ് വരുന്നുണ്ട്. ഓക്കെ, സോ മീൻ ഇസ് ഈക്വൽ ടു, നമ്മൾ അസ്യൂംഡ് മെത്തേഡിലാണ് മീൻ കാണുന്നത്, a+σ(d/n). ഓക്കെ, നമുക്ക് ആക്ച്വൽ മീൻ മെത്തേഡിൽ കാണാം, അതല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡിൽ കാണാം. ഇവിടെ അസ്യൂംഡ് മീനിലാണ് കാണുന്നത്. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ 25, സിഗ്മ ഡി -2/n 9. സോ നമുക്ക് 24.78 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് മീൻ കിട്ടി, അതുപോലെ മോഡ് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. ഫസ്റ്റ് സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 362. അത് നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു /n. ദെൻ സിഗ്മ ഡി എന്ന് പറയുന്നത് -2 ആണ്, /n 9 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.3 എന്ന് ആൻസർ കിട്ടും. ഇനി ഇത് നമ്മൾ നേരിട്ട് ഇക്വേഷനിൽ കൊടുക്കുന്നു, മീൻ മൈനസ് മോഡ് /സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് -0.03 എന്നാണ് ആൻസർ കിട്ടുക. മൈനസ് വരുന്ന സമയത്ത് അതെന്താണ്? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി നിങ്ങളിതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്കിവിടെ മീൻ കിട്ടിയത് 24, അതുപോലെ മോഡ് കിട്ടിയത് 25. ഇതിൽ വലിയ വാല്യൂ ഏതാണ്? മോഡാണ്. മോഡ് വലിയ വാല്യൂ ആയിട്ട് വരുന്നത് ഏതിലാണ്? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഓക്കെ, സോ നമുക്കവിടെ നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? നെഗറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി മാർക്സ് ഓഫ് 120 സ്റ്റുഡൻസ് ദി ഫോളോവിങ് മെഷേഴ്സ് ആർ ഒബ്റ്റൈൻഡ്. ഓക്കെ, കാൽക്കുലേറ്റ് സ്ക്യൂനെസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ മോഡും തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നേരിട്ട് ആ ഇക്വേഷനിൽ കൊടുക്കുക. നമുക്ക് ആൻസർ -0.327 എന്ന് കിട്ടും. ഇതെന്താണ്? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ കാൽക്കുലേറ്റ് കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് ക്വാർട്ടൈൽ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, ഇതിൽ നമുക്ക് കാൽപിയേഴ്സൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണണം, അതുപോലെ ബൗളേഴ്സിൻ്റെ ക്വാർട്ടൈൽ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണണം. ദെൻ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് മീൻ തന്നിട്ടുണ്ട്, മീഡിയം തന്നിട്ടുണ്ട്, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽസ്. സ്ക്യൂനെസിൻ്റെ ഇക്വേഷൻ മീൻ മൈനസ് മോഡാണ്. സോ നമുക്കിതിൽ മോഡ് കിട്ടിയിട്ടില്ല. സോ നമുക്ക് മോഡ് കണ്ടെത്തണം. മോഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് മോഡിന്. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മോഡ് തന്നിട്ട് മീഡിയൻ കാണാനും, അതല്ലെങ്കിൽ മീൻ തന്നിട്ട് മീഡിയനോ അല്ലെങ്കിൽ മോഡൊക്കെ കാണാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മോഡ് കാണാം. സോ നമ്മൾ 3 ഇൻറ്റു മീഡിയൻ്റെ എമൗണ്ട് കൊടുത്തു, -2 ഇൻറ്റു മീനിൻ്റെ എമൗണ്ടും കൊടുത്തു. സോ നമുക്ക് 90 എന്ന് കിട്ടും. മോഡ് 90 കിട്ടി. ഇനി 90 നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിൽ കൊടുത്തു. മീൻ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 256 / സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് 0.773 എന്ന് കിട്ടും. ഇതെന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിലെ വലിയ വാല്യൂ എന്തായിരിക്കും? മീൻ ആയിരിക്കും. നമ്മളോട് ഇവിടെ ക്വാർട്ടൈൽ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ Q3 + Q1 - 2 മീഡിയൻ / Q3 - Q1 ആണ്. സോ ഈ വാല്യൂസ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.145 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ്
സ്ക്യൂനെസ് എന്ന് പറയുന്നത്.